തൈകൾ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നുള്ള ഗ്യാരണ്ടിയിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാണിക്കാം, ഒന്ന് അപ്പുറത്തേക്ക് വരൂ. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇത് 2-3 പേരിലുണ്ട്. ഇത് സണ്ണങ്കി എന്ന പേരില്, സണ്ണങ്കി എന്ന് പറഞ്ഞ ചെറുപ്പത്തിലെ കായ്ക്കുന്ന കുയിന്നനെ കായ്ക്കുന്ന തെങ്ങ്. അതേപോലെ ദേശി എന്ന് പറഞ്ഞ തെങ്ങ് നമുക്ക് അവിടെ കാണിക്കാം. കുറച്ച് വലിയ ഇതായിട്ടുള്ള ഒരു ഇപ്പൊ നമ്മളവിടെ തെങ്ങിനെ കാണിച്ചില്ല. നമ്മളവിടെ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും. എന്തുകൊണ്ട് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാല് എന്തു സാല ആരോഗ്യമുള്ള നല്ല അടിപൊളി തൈകൾ. ഇതൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ട് കായ്ക്കും പറഞ്ഞു കൊടുക്കുന്ന തൈകളാണ്. ചെറിയ തൈ അതിന്റെ അതേ പ്രായമാണ്, ബാഗ് ചെറുതാന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊരു ഓഫറിൽ കൊടുക്കുക. ഇതിപ്പോ നമ്മൾ കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഭൂമിയിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഷുവർ. നമ്മൾക്ക് അങ്ങനെ കവറിലാണെങ്കിലോ, കവറിലാണ് നമ്മൾ അതിനനുസരിച്ച് കവർ വലുതായി കൊടുക്കണം. ഇങ്ങനെ നന്നായി നിർത്തേ നിൽക്കുള്ളൂ. കവറൊക്കെ മാറ്റിയിട്ട് കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് തീറ്റ കെട്ടില്ലല്ലോ. വളം കൊടുക്കാത്ത കാര്യം, വളം കൊടുക്കുന്ന ആളായി നിൽക്കുന്നത്. ഇവർക്ക് ആദ്യം വളം കൊടുക്കണം അല്ലേ? ഓനെ നെട്ട് വെപ്പിക്കണം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല ഇനം തെങ്ങിൻ തൈകളാണ്. തെങ്ങിൻ തൈകൾ മാത്രമല്ല, വലിയ തെങ്ങ് ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ തന്നെയാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ തോട്ടത്തിലോ കൊണ്ടുവച്ച് സെറ്റ് ചെയ്ത് നല്ല റിസൾട്ട് വരുന്ന അടിപൊളി ഒറിജിനൽ തെങ്ങിൻ തൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലെ ഗ്രീൻ അഗ്രോ ഫാമിലാണ്. ഇവിടെ തെങ്ങിൻ തൈകളും മാത്രമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫാം തന്നെയാണിത്. ഇവിടുത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. തെങ്ങിൻ തൈകൾ തന്നെ ഏറ്റവും നല്ല തൈകളാണ് കുറ്റ്യാടി എന്നറിയപ്പെടുന്ന തെങ്ങിൻ തൈകളെ ഞാൻ കാണിക്കുന്നത്. ഇത് ഇവിടെ 500 രൂപ കൊടുത്തിരുന്നാണ്. ഇപ്പൊ നമ്മൾ ഓണം ഓഫറായിട്ട് 400 രൂപ കൊടുക്കുക കേട്ടോ. നല്ല കുറ്റ്യാടി തെങ്ങിൻ തൈകളൊക്കെ ഇതിലുണ്ട്. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ മാത്രമല്ല, തെങ്ങിൻ തൈകളുടെ വെറൈറ്റീസ് എല്ലാം ഇവിടെ നമ്മളടുത്ത് ഇവിടെ ഈ ഫാമിൽ നഴ്സറിയിൽ സ്റ്റോക്കാണ്. അപ്പോൾ ചെറിയ തൈകളും വലിയ തൈകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി വലിയ തൈകളുടെ വെറൈറ്റി ഒരുപാടുണ്ട്, അതൊന്ന് കാണാം. തെങ്ങിൻ തൈകൾ നല്ല അടിപൊളി തെങ്ങിൻ തൈകൾ ഉണ്ടല്ലോ. ഈ തൈകൾ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നുള്ള ഗ്യാരണ്ടിയിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാണിക്കാം, ഒന്ന് അപ്പുറത്തേക്ക് വരൂ. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇത് 2-3 പേരിലുണ്ട്. ഇത് സണ്ണങ്കി എന്ന പേരില്, സണ്ണങ്കി എന്ന് പറഞ്ഞ ചെറുപ്പത്തിലെ കായ്ക്കുന്ന കുയിന്നനെ കായ്ക്കുന്ന തെങ്ങ്. അതേപോലെ ദേശി എന്ന് പറഞ്ഞ തെങ്ങ് നമുക്ക് അവിടെ കാണിക്കാം. കുറച്ച് വലിയ ഇതായിട്ടുള്ള ഒരു ഇപ്പൊ നമ്മളവിടെ തെങ്ങിനെ കാണിച്ചില്ല. നമ്മളവിടെ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും. എന്തുകൊണ്ട് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാല് ഈ തൈ ഇപ്പൊ ഞാൻ ആ തൈനെ വലിയ കീസിൽ വെച്ചതാണ്. ഇപ്പൊ ഇതിമ കണ്ടില്ല, നിങ്ങൾ കൊല വന്നു കണ്ടേ, ഇത് പോയിന്നേ ഉള്ളൂ. കൊല വന്ന് ഇതൊക്കെ കൊല വന്നു. ഇത് ഒരു കൊല്ലം ആയിട്ടില്ല നമ്മളിങ്ങനെ വെച്ചിട്ട്. അത് നമ്മളിങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞു. ഈ കാണിക്കുന്ന തെങ്ങ് തൈനൊക്കെ 4 വർഷം നമ്മളിവിടെ നഴ്സറിയിൽ വളർത്തിയതാണ്. അതുകൊണ്ടാണ് ഇത് കായ്ക്കും. നമ്മളൊരു അല്ലാതെ ചെറിയ തൈ ചെറിയ കൊല്ലം കൊണ്ട് കായ്ക്കുന്നല്ല പറഞ്ഞു. നമ്മൾ ഉറപ്പ് കൊടുക്കുന്നതിനുള്ള തെളിവാണ്. അതാണ് അത് കായ്ച്ചു നിൽക്കുന്നത്. നമ്മൾ അവിടെ കാണിക്കട്ടോ. ഇതിപ്പോ നമ്മളിങ്ങനെ വലിയ ബാഗിൽ വെച്ച കാരണം തൈ നന്നായി നല്ല ഉസാർ കണ്ടില്ല. കൊല വന്ന് തേങ്ങ പിടിച്ചിട്ടില്ല, പക്ഷെ കൊല വന്നു. താമസിയാതെ കൊല വരും ഉണ്ടാവും. എന്ത് വിലക്ക് കൊടുക്കുന്നത്? അല്ല, ഇതെന്താന്നറിയോ, ഇതിപ്പോ നമ്മളൊരു മോഹന വിലയാണ്. എന്ന് വെച്ചാല് വലിയ തെങ്ങ് ആക്കിയതല്ലേ, നമ്മൾ കുറെ വളർത്തിണ്ടാക്കി വലിയ തെങ്ങ് അത് കയറ്റാനും ഇറക്കാനൊക്കെ വേണം. അപ്പൊ അതിനൊരു വില വേറെ ഉണ്ട്. നമ്മൾ അപ്പുറം കാണിച്ച തൈകളൊക്കെ നമ്മൾ 2000 രൂപ കൊടുക്കുന്നത്. ഇനി അതിന്റെ 1500 രൂപ തൈകൾ വരും. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം. തേങ്ങോട് കൂടിയതൊക്കെ വേറെ ഉണ്ട്. നമ്മളിപ്പോ അവിടെ 2000 രൂപന്റെ തൈ പറഞ്ഞില്ല, ഒരു കൊല്ലത്തും കൊണ്ട് കായ്ക്കുന്നു. അതൊക്കെ ഞാൻ ഈ തൈകൾ എടുത്തുകൊണ്ട് വലിയ ഗ്രോ ബാഗ് വെച്ചതാണ്. ഈ തൈ ഇപ്പൊ നമ്മളെ കീസ് മാറ്റാതെ ഇതൊക്കെ ഇത്രയും വലിയ നല്ല ഇതാണ് നാടൻ തെങ്ങിന്റെ ഉപയോഗത്തിന് പറ്റിയ തെങ്ങുകളാണ് ഇതൊക്കെ. ദേശി എന്നുള്ള പേരിൽ കൊടുക്കുന്ന കണ്ടോളി 100 കണക്കിന് തൈകൾ ഇഷ്ടം പോലെ. നമ്മൾ അരക്കാനൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങ, അതിന് പറ്റിയ തേങ്ങ, എണ്ണക്കും അരക്കാനും തേങ്ങന്റെ ഉപയോഗത്തിന് പറ്റിയ തെങ്ങാണ്. വെള്ളത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണിച്ച സണ്ണങ്കി എന്ന് പറഞ്ഞ തൈ കുയിന കഴിക്കണേ. ഇതിനിപ്പോ ഈ തൈ കണ്ടി നിങ്ങള് എന്തു സാല ആരോഗ്യമുള്ള നല്ല അടിപൊളി തൈകൾ. ഇതൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ട് കായ്ക്കും പറഞ്ഞു കൊടുക്കുന്ന തൈകളാണ്. ചെറിയ തൈ അതിന്റെ അതേ പ്രായമാണ്, ബാഗ് ചെറുതാന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊരു ഓഫറിൽ കൊടുക്കുക. ഇതിപ്പോ നമ്മൾ 1800 വിറ്റുന്ന തൈയാണ്. ഒരു 1600 രൂപയ്ക്ക് 1600 രൂപ ഈ തൈകളൊക്കെ കൊടുക്കാം. ഇതിപ്പോ നമ്മൾ കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഭൂമിയിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഷുവർ. നമ്മൾക്ക് അങ്ങനെ കവറിലാണെങ്കിലോ, കവറിലാണ് നമ്മൾ അതിനനുസരിച്ച് കവർ വലുതായി കൊടുക്കണം. ഇങ്ങനെ നന്നായി നിർത്തേ നിൽക്കുള്ളൂ. കവറൊക്കെ മാറ്റിയിട്ട് കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് തീറ്റ കെട്ടില്ലല്ലോ. ഇത് നമുക്ക് ആർക്കും ആണെങ്കിലും ഇത് വേണ്ടേ? അതെ വേണം. അപ്പൊ ഇതില് വളമില്ല. വളം കൊടുക്കാത്ത കാര്യം, വളം കൊടുക്കുന്ന ആളായി നിൽക്കുന്നത്. ഇവർക്ക് ആദ്യം വളം കൊടുക്കണം അല്ലേ? ഓനെ നെട്ട് വെപ്പിക്കണം. ഇതിനൊക്കെ വളം കൊടുക്കാം കേട്ടോ, എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഈ തൈകളെ ഇങ്ങനെ നോക്കിയാ ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ അടിപൊളി ഇങ്ങനെ നോക്കിയാ ഈ തൈന്റെ ഒക്കെ ഒരു ഇത് കണ്ടില്ലേ, അടിപൊളി തൈയല്ലേ. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നത്. അതാണ്. ഇനിയിപ്പോ നമ്മള് തെങ്ങ ആ വിലക്ക് മാത്രമൊന്നുമല്ല,
ഇപ്പൊ ഇവിടെ നമ്മളൊക്കെ കുറ്റ്യാടി തെങ്ങാണിത്. ഏറ്റവും പേരുള്ള കുറ്റ്യാടി തെങ്ങ്. കുറ്റ്യാടി ഏറ്റവും കൂടുതൽ ഇത്രയും വലിയ ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്ന 500 രൂപ. 500 രൂപയ്ക്ക്. 500 രൂപയ്ക്ക് വെറും 500 രൂപക്കാണ് ഈ വലിയ വലിയ തൈകളൊക്കെ കൊടുക്കുന്നത്. ഈ വലിയ തൈകളൊക്കെ 500 രൂപ കൊടുക്കും. 500 രൂപ. ഇനിയിപ്പോ അതല്ല കുറ്റ്യാടി തെങ്ങ് 100 രൂപ മുതലുണ്ട്. 100 രൂപക്കും ആളുകൾ വില അങ്ങനെയല്ല. 100 രൂപക്കും കുറ്റ്യാടി തെങ്ങ്. ഇങ്ങോട്ട് ഒരു കാണിക്കാം നമുക്ക്. 100 രൂപ കാണിക്കാം നമുക്ക്. അത് കാണിക്കാം. പിന്നെ അത് മാത്രല്ല, ഞങ്ങളൊക്കെ ഒരുപാട് തെങ്ങിന്റെ ഒരു വലിയ ശേഖരം ഇപ്പൊ നിങ്ങൾ പുതുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തെങ്ങുകൾ, പല വ്യത്യസ്ത പേരുള്ള തെങ്ങുകൾ ഞങ്ങൾ കൊടുക്കും. അവിടെ വരൂ. ഇപ്പൊ ഈ തേങ്ങക്ക് വില ഉണ്ടായതുകൊണ്ടേ ഈ തെങ്ങ് തൈന് ഭയങ്കര എൻക്വയറിയാ. അപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റി തെങ്ങുകൾ കൊടുക്കും. പല തെങ്ങുകളും ആളുകൾ ചോദിച്ചു വരും. ഇവിടെ കണ്ടില്ല ഓരോ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ 1000 കാച്ചി. ഈ 1000 കാച്ചി എന്ന് പറഞ്ഞത് ഒരുപാട് 1000 തേങ്ങ ഉണ്ടാവാന്നുള്ളതാണ്. ശ്രീലങ്കൻ കുള്ളൻ. ഈ തേങ്ങന്റെ ഇങ്ങോട്ട് നോക്കിയാൽ തേങ്ങന്റെ വലിപ്പം ഇത്ര വലിയ തേങ്ങ. നല്ല സൈസ് ആയിരിക്കും. അത് വലിയ സൈസ്. അത്ര വലിയ വലിയ ഇങ്ങനെ നോക്കിയാ ഒരു തേങ്ങന്റെ വലിപ്പങ്ങൾ കണ്ടില്ലേ. വലിയ സൈസ് തേങ്ങ. പിന്നെ ഈ മലേഷ്യൻ ഗ്രീന്, മലേഷ്യൻ യെല്ലോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റങ്ങൾ. രാംഗംഗ എന്ന് പറഞ്ഞ തയ്യ. ഇതിനൊക്കെ വലിയ പേരില്ല കേട്ടോ. ആളുകളെ എൻക്വയറി പ്രകാരം ഞാൻ കൊടുന്നതാണ്. ഇത് വളരെ ദൂരം പോയി തേടി പിടിച്ചു വന്ന ഒന്നിനൊന്ന് ഓരോ തൈ. ഇപ്പൊ ഏത് തൈ നോക്കിയാണ് നിങ്ങൾ എല്ലാം അടിപൊളി തൈകളല്ലേ. ഇപ്പൊ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അത് ആവണേ ഉള്ളൂ, വേരും ആവണേ ഉള്ളൂ കവർ ചെയ്തിട്ട് കേട്ടോ. ഇത് ഓരോ തൈയും ഓരോ തൈകൾ. ഈ സൈസ് ഇത്ര വർഷം കൊണ്ടാവുന്ന പറഞ്ഞേ. ഈ സൈസൊക്കെ ഇത് നമുക്ക് കായ്ക്കണം പറയാം. മിനിമം 3 കൊല്ലം ഏത് തെങ്ങിനും വേണം. മിനിമം നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ളിടത്താണെങ്കിൽ അതിന്റെ മുന്നേ കായ്ക്കും എന്ന് പറയാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ വലിയ തൈ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വളർത്തിയതാണ് 3 വർഷം കഴിഞ്ഞ തയ്യാണ്. അതുകൊണ്ട് നമ്മളൊരു കൊല്ലം കൊണ്ട് കായ്ക്കെന്ന് പറഞ്ഞു. നമ്മൾ ഇതൊക്കെ എത്ര കൊടുക്കുന്നത്? ഇതിന് ചെറുതിനൊക്കെ വിലയുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു 300 റുപ്യ, 350 റുപ്യ, 250 റുപ്യ ആ റേഞ്ചിലായി സാധനം. ഈ പേരച്ച തെങ്ങുകളൊക്കെ ഇതിനൊക്കെ ഒരു 250, 300 ആ റേഞ്ചൊക്കെയാണ്. ഇത് നമ്മളിത് ക്വാണ്ടിറ്റി ഉണ്ടോ? എത്ര വേണമെങ്കിലും ഒരു എന്താ പറയാ 200, 300 തേങ്ങക്ക് ഓരോ ഐറ്റങ്ങളുണ്ട്. എത്ര ചോദിച്ചാലും ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ടാവും. ഒരാള് ഒരു തൊടുവിലൊന്നിച്ച് വെക്കാൻ 1 ഏക്കർ സ്ഥലത്ത് വെക്കാനുള്ള തൈവാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അതുപോലെ തേങ്ങന്റെ രാജാവ് ഏറ്റവും പ്രചാരം ഗംഗാപോണ്ട. ഗംഗാപോണ്ട തൈ ഉണ്ട് ഞങ്ങൾ. എന്താ അടിപൊളി തൈകൾ. അടിപൊളി. ഇപ്പൊ പുതിയ തൈ പ്ലാന്റേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് ഞങ്ങൾ. അടിപൊളി തൈകൾ എത്ര വേണേ ആ കാണിക്കുന്ന ഒക്കെ ഗംഗാപോണ്ടേടാ. എത്ര വേണമെങ്കിലും ഗംഗാപോണ്ട ഉണ്ട്. എത്ര പീസാണ് നമുക്ക് ഏത് വെറൈറ്റി ചോദിച്ചാലും ഉണ്ടാവും. ഉണ്ട്. തെങ്ങുകൾക്ക് കണ്ടമാനം ആളുകൾ ഇങ്ങനെ ചോദിച്ച് ആവശ്യപ്പെട്ട കാരാണ് ഇത്തരം തെങ്ങ് നമ്മൾ കൊണ്ടുവരാൻ കാരണം. നല്ല വെറൈറ്റി ഒരുപാട് പേരിൽ ഈ ഓരോരോ സ്റ്റിക്ക് ഓരോരോ വ്യത്യസ്ത പേരിലാണ്. നല്ല വൃത്തിയുള്ള തൈകളല്ലേ. നല്ല അടിപൊളി. കാണാൻ തന്നെ കണ്ടില്ല നിങ്ങള്. അടിപൊളി. ഈ ഞാൻ 100 രൂപക്കും ഇതിണ്ട് പറഞ്ഞില്ലേ, ഇത് കുറ്റ്യാടി. ഇതാണ് ആ സാധനം കേട്ടോ. കുറ്റ്യാടി തൈകൾ. ഈ തൈകൾ നമുക്ക് 100 രൂപക്കും തൈ കൊടുക്കാം. കവർ സൈസിനാട്ടോ. ഈ തൈ 200 രൂപയാണ്. ഈ തൈ നമുക്ക് 100 രൂപ കൊടുക്കും. ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായി കഴിഞ്ഞാൽ ഉഷാറായിട്ട് വരും. വരും. ഉറപ്പല്ലേ. ഇതൊക്കെ ഇങ്ങനെ ചെറിയ വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ തേങ്ങയും പൊന്തി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ നിൽക്കല്ലേ നോക്കില്ലല്ലോ. മെയിനായിട്ട് താഴെ വെക്കുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും തോന്നുന്നു. അതെ, മണ്ണിൽ വെക്കുമ്പോൾ അതെ കവറിൽ നിന്നൊക്കെ മാറ്റി മണ്ണിൽ വെക്കുമ്പോഴാണ് ഇത് ഒന്നുകൂടി അടിപൊളി ആവണം തോന്നുന്നുണ്ട്. ചിലവര് ആളുകൾ പറയും അവരൊക്കെ അത്ര 200 300 പറയണ്ട. നമ്മള് കാണിച്ചല്ലോ 100 രൂപന്റെ തെങ്ങും തൈ ഉണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന വലിയ വലിയ കവർ ഇതൊക്കെ നമുക്ക് 200 രൂപ കൊടുക്കട്ടെ. ഈ വലിയ ആ കുറ്റ്യാടിന്റെ വലിയ തൈകളൊക്കെ 200 രൂപ കൊടുക്കും. ഒറിജിനൽ കുറ്റ്യാടിയാണല്ലേ? ഒറിജിനൽ കുറ്റ്യാടി അല്ലേ? ഒറിജിനൽ കുറ്റ്യാടി. ഓക്കെ.